ഹേ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നത്തെ നമ്മള് ഫൈനൽ പാർട്ട് ഓഫ് ഹൂനോമി ബെറ്റർ ആണ്. ഇനി ചോദിക്കരുത്, ഇനി ഇല്ല ഹൂനോമി ബെറ്റർ. അത് ഇനി ഇല്ല, നിർത്തി, ഇതോടെ നിർത്തി. ആദ്യം പ്രവീണിന്റെ ആയിരുന്നു, പിന്നെ മുറുവിന്റെ, ലാസ്റ്റ് എന്റെ. കൊച്ചിന് പനിയാട്ടോ, ഇവർക്ക് രണ്ടുപേർക്കും വേണോ? എവർക്ക് വേണ്ട, നിർത്തി, ഇതോടെ ഹൂനോമി നിർത്തി. അപ്പൊ എന്തായാലും ലാസ്റ്റ് പാർട്ട് ഓഫ് ഹൂനോമി ആയതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടി അങ്ങ് നിന്നെ എല്ലാരും കൂടെ അങ്ങ് ഹൂനോമി ആക്കാൻ, ഒടുക്കത്തൊരു ഹൂനോമി. അതാ, ഇരിക്കട്ടൊരു ഹൂനോമി. അതാ. അപ്പൊ എന്തായാലും അപ്പൊ തുടങ്ങൂല്ലേ? തുടങ്ങാം. അപ്പൊ ഗൈസ്, ഇത് ടീമിനൊന്നും അല്ല, ഒറ്റക്കൊറ്റക്കാണ്. മറ്റേ സ്ലേറ്റും പെൻസിലൊന്നും ഇല്ല. വായിക്ക് തോത കോതക്ക് പാത്ത, കോതക്ക് പാത്ത്. അത് അത് ഏത് പഴഞ്ചൊല്ല് ബജാജ് പറഞ്ഞു കൊടുത്ത കോതക്ക് പാട്ട്? അതാ ഈ കോതയാരാ? ഇതൊക്കെ പഴഞ്ചൊല്ലുണ്ട് വെച്ചു. ഇവനൊരു കുരു, മുതുക്കു കുരു. അതേണ്ടേ ആരാണ്? ആരാണ് എന്തിന് ഇത്? ഇവിടെ കുരുവിടെ പഴുത്തിരിക്കുന്ന ആരാന്ന് മോഹിച്ചതിന്റെ ഇതായിരിക്കും. എടാ പോടാ പോടാ, മോഹിക്കാൻ പറ്റിയ കോല അവന്റെ ഇരിക്കുന്ന നോക്കിയാണ്. തന്തയായത് മോഹിച്ചൂടെ? കൊച്ചു ക്വസ്റ്റ്യൻ എത്ര ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്? 20 ക്വസ്റ്റ്യനുണ്ട്. അയ്യോ. അപ്പൊ ഗൈസ്, ആരായിരിക്കും ഇന്നത്തെ ഹൂനോമി ബെറ്ററിൽ കൊച്ചുവിനെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്ന നമ്മള് 4 പേരിൽ ആരാണ്? അച്ഛനാണോ, അമ്മയാണോ, മൃദുലാണോ, ഞാനാണോ എന്ന് അറിയാൻ വേണ്ടി പോവാ. ഒരു പോയിന്റെങ്കിലും എടുത്തില്ലെങ്കിൽ നാളെ കേടാച്ചാ. കേട്ടാച്ചാ, തുടങ്ങട്ടെ? തുടങ്ങാം. നമുക്ക് ആരംഭിക്കാം, താമസിപ്പിക്കണ്ട. സ്റ്റാർട്ട് ദ ഗെയിം. കൈ വെക്കണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാം. ഫസ്റ്റ് പറയുന്ന ആൾക്ക് പോയിന്റ് എന്ന് വെച്ച് ആലപ്പുറ കാണിക്കല്ലേ കേട്ടോ, അളമ്പ് കാണിക്കല്ലേ. ആലപ്പുറ അളമ്പ് ഉറപ്പാ. ആകെ സ്ഥലമില്ല, എല്ലാരും വണ്ണമൊക്കെ നമ്മൾ 2 ആളാ, അതുകൊണ്ടാ വണ്ണം പോയിച്ചത് കേട്ടോ. അത് കഴിയുമ്പോ റെഡിയാവും. അപ്പൊ നമ്മൾ ഒരാളോട് വരുമ്പോ എവിടെ ഇരുത്തും? ബാബ എവിടെ ഇരുത്തും? അല്ല, ഞാൻ അങ്ങനെ വിചാരിച്ചില്ല. ഞാൻ ബാബയുടെ തന്നെ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, എനിക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യം. അതല്ല, അപ്പൊ അത് തെറ്റാണ്. ആർക്കും പറയാൻ കേട്ടോ. ആ, മടിയുള്ള കാര്യം എന്റെ റൂമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള റൂം ക്ലീൻ ചെയ്യാൻ. ആൻസർ ജോലി. ജോലി അത് കറക്റ്റ് ആയിട്ട് പറയണം. ക്ലീനിങ് എന്ന് പറയണം. റൂം ക്ലീൻ ചെയ്യാൻ. അവ എപ്പോഴും മെഴുകസി അടിച്ചിരിക്കുന്ന പറ. അച്ഛനും അമ്മയാന്ന് പോലും. അതുപോലെ ഡ്രസ്സൊക്കെ അവിടെ ഇവിടെ മാരി വലിച്ചിടും. അലമാരിക്കുന്ന ഒരു അച്ചടക്കം ഇല്ല. തുണി കഴുകുന്നില്ലല്ലോ. അതെല്ലാം വരുന്നതാ. ക്ലീനിങ്. ഒരു പോയിന്റ് കൈയടിക്കുക, ഓരോ പോയിന്റും കൈയടിക്കുക. കഴിച്ചങ്ങോട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജമ്പ് ഓൺ. മോഡേൺ ഡ്രസ് ഓർ ട്രഡീഷണൽ? ട്രഡീഷണൽ. ആരാദ്യം പറഞ്ഞു? മുറു ആദ്യം പറഞ്ഞു. നിങ്ങൾ മുമ്പേ പറയണം കേട്ടോ. എന്റെ ഫേവറേറ്റ് സബ്ജക്ട് സ്കൂളിൽ മലയാളം, ബയോളജി. ഇതിലൊക്കെ ബയോളജി ഇഷ്ടം. നിങ്ങൾ വിചാരിക്കുന്ന ഉത്തരം ഒന്നും ആയിരിക്കൂല ചിലപ്പോ. ഞാൻ പറയാം, സംസ്കൃതം. ഇവൻ മറ്റേ അതൊക്കെ അറിയാവന്. സംസ്കൃതം. എടാ, എന്റെ ഒരു ഇത് വെച്ചിട്ട് നീ മനസ്സിലാക്കി പറ. വല്ലാത്ത കഷ്ടമാണല്ലേ. അത്ര അടുത്തിരുന്നില്ലേ പറഞ്ഞത്. മാത്സ് എല്ലാരും മൊട്ട കണക്കറിയിട്ടില്ല. ഒരു കണക്ക് ചോദിച്ചാണ് അവനടുത്ത്. എടാ, എനിക്ക് സ്കൂളിൽ പോവാനേ ഇഷ്ടമല്ലായിരുന്നു. കറക്റ്റ് സ്റ്റഡി മെറ്റീരിയൽ വെച്ച് പഠിച്ചാൽ ഇതിനൊന്നും ഒരു ആവശ്യമില്ല. എനിക്കങ്ങനെ ഫേവറേറ്റ് സബ്ജക്ട് ഒന്നും ഇല്ല. നമ്മളെ ഒരുപാട് ഇല്ല. അത് പറ്റത്തില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മള് ഫസ്റ്റ് യൂട്യൂബിലിട്ട ക്യാപ്ഷൻ, വ്ളോഗിന് ഫസ്റ്റ് ഇട്ട ക്യാപ്ഷൻ, ഗാഡ്ജറ്റ്. പിന്നെ അവർ യൂസിങ് ഗാഡ്ജറ്റ്സ്. തെറ്റ് പറ. കറക്റ്റ് ആയിട്ട് പറയണം എന്തുവാണ് ഇട്ടേന്ന്. കറക്റ്റ് വേർഡ് പറ. ഞാൻ പറയാം. ഒന്നെങ്കിൽ ഞാൻ, ഇല്ലെങ്കിൽ നീ. അച്ഛനെന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ആർക്കും പറഞ്ഞൂടാ. ഫസ്റ്റ് ടൈം വ്ളോഗ് ചെയ്തപ്പോൾ എന്ന് പറഞ്ഞിട്ടത്. അപ്പൊ ആർക്കും പോയിന്റ് ഇല്ലേ? ഞാൻ ഇങ്ങനല്ലായിരുന്നു, തമിഴിൽ ഇങ്ങനല്ലായിരുന്നോ? തമിഴിൽ അങ്ങനെ കണ്ട ഇങ്ങനെ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്റെ ഫസ്റ്റ് ലവ് ഏത് ക്ലാസ്സിൽ വെച്ച? 7ാം ക്ലാസ്. തെറ്റ്. ഇനി അംഗൻവാടിന്ന് പ്രേമിച്ച അമ്മ പറ. 6ാം ക്ലാസ് വെച്ച്. അല്ല, 3ാം ക്ലാസ്. പണ്ടേ പറഞ്ഞിട്ടുണ്ടത്. അതൊക്കെ അറിയായിരുന്നു. ഞാൻ ഇങ്ങനെ കാണിക്കായിരുന്നു. ഐ ലവ് യു. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത്
ഞാൻ പറഞ്ഞു 25 ആദ്യമേ 25 ഏപ്രിൽ ഉണ്ടായിരുന്നു. എന്റെ വാ ബുദ്ധിട്ടായിട്ട് അങ്ങോട്ട് മാർക്ക് സ്പീഡിലാണ് കഴിയും. 25 4/2020. 2020 ഇപ്പൊ ജനിച്ചുള്ള എന്റെ നാള് പൂരാടം. അമ്മ എന്തിനമ്മ മിണ്ടായിരിക്കുന്ന? അവര് ഭയങ്കര വായില് പറയുവാ. ഇതിപ്പോ ആരാ? നിങ്ങളുടെ ആരാ? ഒന്നിച്ചാ പറഞ്ഞത്. അങ്ങനെ ഒരു പോയിന്റ് തരാൻ പറ്റും. ഒന്നിച്ചാ പറഞ്ഞത്. പൂരാടം ഒന്നിച്ചാ പറഞ്ഞത്. ഓരോരുത്തരോട് ചോദിക്കുക, അവർക്ക് അറിയത്തില്ലെങ്കിൽ അടുത്ത ആൾ ചോദിക്കുക. അതാണ് ഏറ്റവും വലുത്. അതില് എല്ലാരോടും നീ ചോദിക്കും, ശരി ഉത്തരം ആദ്യം ആര് പറഞ്ഞോ അവർക്ക് മാർക്ക് കൊടുത്താൽ. ഒരാൾക്ക് ഒരു അവസരമേ ഉള്ളൂ. അങ്ങനെ ഒരാൾ ഒരു അവസരം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് പിന്നെ പറയാൻ പറ്റത്തില്ല. ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണേ. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ട് അതിനുള്ള ഒരു മറുപടി ഇല്ലെങ്കിൽ ഞാൻ ഒരു എക്സ്പ്രഷൻ ഇടും. ആ എക്സ്പ്രഷൻ ഒന്ന് കാണിക്കാവോ? അതൊന്നുമല്ല, കൂടെ എടുക്കാം. ഞാൻ മുഖം കൊണ്ടാ കാണിക്കുന്നത്. പറ, കാണിക്കേ. ഓരോരുത്തർ അവസരം തരാം. കാണിക്കേ, കാണിക്കത് കാണിക്ക്. അയ്യേ അതല്ല. അയ്യേ അതെന്തൊരു എക്സ്പ്രഷൻ. ഷക്കീലേ, അത് കക്കൂസി പോകുമ്പോ ഉള്ളത്. അല്ല നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞൂടല്ലോ. ഒന്നും പറയല്ലെങ്കിൽ ലാസ്റ്റ് കെട്ടാതെ അതിന് ഞാൻ നിർത്തും. ശരിയാണ്, അങ്ങനെ കാണിക്കുമായിരുന്നു. നിങ്ങൾ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല കേട്ടോ. ഇപ്പോഴത്തെ എന്റെ ഫേവറേറ്റ് സോങ് ഒരാള് അച്ഛൻ പറ. അറിയത്തില്ല. അമ്മ പ്രവീണ്. ഹൃദയം ഹേ ബനാനെ. കറക്റ്റ്. എനിക്ക് ഒരു പോയിന്റ് ഒന്നും ആയി. ഇവർക്ക് രണ്ടുപേർക്കും ഒന്നുമില്ല. ഗൈസ് മൃദുലയാണ് ഗൈസ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് 3 പോയിന്റ് വേണ്ടി. എന്റെ ഇൻസ്പിറേഷൻ. നിനക്ക് അങ്ങനെ ഇൻസ്പിറേഷനേ ഇല്ല, ആരുമില്ല. റൈറ്റ് ആൻസർ. ഇനി അവിടെ ചോദിക്കാം അച്ഛൻ്റെ. ഇനി സത്യസന്ധ ഉത്തരം പറ. അല്ല, അതായിരുന്നു ഉത്തരം. ഞാനാന്ന് പറ. എടാ പോടാ ഇറങ്ങി. അയ്യോ, ഞാൻ ദേഷ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ. എന്തൊരു ചെയ്യുമ്പോഴായിരിക്കും ഞാൻ ദേഷ്യപ്പെടുന്നത്? മനസ്സിൽ തട്ടിപ്പറ, ആലോചിക്കും, ആഴത്തിൽ ആലോചിക്കും. ഇതെന്തരി മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞു. പെട്ടെന്ന് ദേഷ്യം വരുന്നത് ഒരു വിധത്തിന് വണ്ടി പോയി ഓടിക്കുമ്പോഴത്തേനും ദേഷ്യപ്പെടും. ഡ്രൈവ് ചെയ്യുമ്പോഴെന്നാ ഉദ്ദേശിച്ച. അപ്പൊ അമ്മയ്ക്ക് ഒരു പോയിന്റ് ഗൈസ്. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ഫുഡ്. ഞാൻ ഇവിടുന്ന് ചോദിക്കാൻ. ഇനി നിങ്ങളുടെ അടുത്തോട്ട് ഇപ്പൊ ചോദിച്ചത്. ഇനി മുറുവറ. അതൊരു ക്ലൂവും കൂടെ തരാം. ഒരു ബ്രേക്ക്ഫാസ്റ്റാ വീട്ടിൽ ഉണ്ടാക്കുന്ന. പറ. എനിക്ക് തീരെ ഇഷ്ടമാണ്. അത് വെച്ചാൽ ഞാൻ തിന്നത്തില്ല. ആ സാധനം ഞാൻ അമ്മയ്ക്ക് അറിയാം. അമ്മയാണത് ഉണ്ടാക്കുന്നത്. അങ്ങനെ കൊടുക്കാനില്ല. ഇത്രയും കൊടുക്കാൻ പറ്റില്ലേ? ഇവിടെ ഉത്തരം അറിയാവുന്നവരുണ്ട് വേറെ. മാറ്. ഞാൻ പറയട്ടെ. അമ്മയുടെ ഉള്ളിക്കറി. അത് തന്നെ കറക്റ്റ്. ഞാൻ പേര് വന്നു ചട്ടക്കറി. അമ്മയ്ക്ക് ഉള്ളിക്കറി ഉണ്ടാക്കാൻ അറിയത്തേ ഇല്ല. അമ്മ ഒരു ചപ്പാത്തി ഉള്ളിക്കറി ഉണ്ടാക്കി വായി വെക്കാൻ കൊള്ളത്തില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമേ അല്ല അത്. അമ്മയുടെ ഉള്ളിക്കറിയും മുട്ടക്കറി ഉണ്ടെങ്കിൽ ഞാൻ 2-3 ചപ്പാത്തി കഴിക്കും. ഗൈസ്, പ്രവീണിന് 1, 2, 3. പ്രവീണിന് 4 പോയിന്റ്, മുറുവിന് 3 പോയിന്റ്, അമ്മയ്ക്ക് 1 പോയിന്റ്, അച്ഛന് 1 പോയിന്റും ഇല്ല കേട്ടോ. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് മൂവി, ഞാൻ കുഞ്ഞിലെയൊക്കെ ഒരുപാട് കാണുന്നതും എനിക്ക് ഇഷ്ടമുള്ളൊരു പടം, സിനിമ ഫാഷൻ TV. അത് ഞാനും നീ കൂടി ഇരുന്നല്ലായിരുന്നു കാണുന്നത്. ഇപ്പൊ അടുത്തത് അല്ല, CID മൂസ. കറക്റ്റ് ആൻസർ. CID മൂസ. കൊച്ചിന് മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നെ. എന്റെ എത്ര ആരും മനസ്സിലാക്കിയിട്ടില്ല. 5 പോയിന്റുമായി ഒരു ഭീകരമായ ലീഡിൽ നിൽക്കുകയാണ് ഞാൻ. ഓക്കെ, ഞാൻ അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ +2 പാസ് ഔട്ട് ആയ വർഷം? 2016. കറക്റ്റ് ആൻസർ. അയ്യോ, എന്റെ കറണ്ട് ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ്. അച്ഛാ അതൊന്നും ശ്രദ്ധിക്കാറില്ല.
അമ്മ അറിയത്തില്ല. അറിയത്തില്ല. 571 567. 574. തെറ്റ്. 570. അയ്യോ 570 പറഞ്ഞാൽ മതിയായിരുന്നു. 70 മനസ്സിൽ വിചാരിച്ചായിരുന്നു. എല്ലാവർക്കും തെറ്റിപ്പോയി. ആരും ശ്രദ്ധിക്കുന്നില്ല, ഒന്നും ശ്രദ്ധിക്കുന്നില്ല ആരും. ഞാൻ ഇന്നലെ കൂടെ നോക്കി പക്ഷേ 570. ഫോളോയിങ് എത്രയതായി? ഇനി തുറക്കല്ലേ, ഫോൺ തുറക്കല്ലേ നീ. ഞാൻ ഇൻസ്റ്റയിൽ ഫസ്റ്റ് പിൻ ചെയ്തേക്കുന്ന ഫോട്ടോ. നിങ്ങൾ രണ്ടുപേരെ ഫോട്ടോ. കറക്റ്റ് ആൻസർ. ഓ അച്ഛൻ നോക്കിയിട്ടുണ്ടാ? കല്യാണത്തിന് നിങ്ങളെടുത്ത ഫോട്ടോ ആ ഫോട്ടോ ഇപ്പൊ പിൻ ചെയ്തേക്കുന്നത്. ശരി, കറക്റ്റ്. എനിക്ക് അറിയാമായിരുന്നു ആൻസർ. എനിക്ക് പറയായിരുന്നു. എന്റെ ഫേവറേറ്റ് കളർ. ബ്ലാക്ക്. കറക്റ്റ് ആൻസർ. എനിക്ക് ശ്വാസം പറയാൻ വേണ്ടിട്ട് ഇപ്പൊ ഞാനിവിടെ ടൈറ്റ് ആയല്ലോ. ഗൈസ്, പ്രവീണിന് 5 പോയിന്റ്, മുറുവിനും 5 പോയിന്റ്. 5 നിങ്ങൾ 5 കേട്ടോ. അതങ്ങനെ ഈ പഠിക്കുന്ന പിള്ളേർ ഇങ്ങനെ നമ്മള് പാവപ്പെട്ട പിള്ളേർ ബാക്കിൽ ഹോംവർക്ക് എഴുതി വിരളെല്ലാം എടുത്ത് എണ്ണിയൊക്കെ വരുമ്പോഴത്തേക്ക് ഇവര് കൊണ്ട് മാർക്കും വാങ്ങിച്ച് ശരിയും വാങ്ങിച്ച് ഫ്രണ്ടിൽ കുത്തിയിരിക്കും. അതെന്തൊരു ഏർപ്പാട്. നമുക്ക് പാവപ്പെട്ട പിള്ളേർക്ക് പഠിക്കണ്ടേ സ്കൂളിൽ? എന്റെ ഫോൺ നമ്പർ ആർക്ക് കാണാതെ അറിയാം? അമ്മയ്ക്ക്. 90 അല്ല, ഞാൻ പറയട്ടെ. കറക്റ്റ്. ഓ പഠിച്ചല്ലേ നീ? എനിക്കറിയത്തില്ലായിരുന്നു. Last 8 തുടങ്ങിയെന്ന് അറിയായിരുന്നു. അവനെല്ലാം അറിയാം, അവന് കള്ളൻ. എന്റെ ഫോൺ നമ്പർ എന്ന് പറഞ്ഞു. ഞാൻ എവളോ അച്ഛന്റെ നമ്പർ എല്ലാവർക്കും അറിയാം. എവളോ യൂനോമിയിൽ ഞാൻ ഒന്നും വേണ്ടിയില്ല, ഒന്നും പറഞ്ഞിട്ടായിട്ട്. എന്റെ ഫസ്റ്റ് ഫോൺ ഏത് ബ്രാൻഡാന്ന് പറഞ്ഞാൽ മതി. ഷിയോമി. അല്ല അച്ഛനാ മേടിച്ചതെന്നാ പറ. അടൂർ പോയി മേടിച്ചത്. അല്ല, റെഡ്മി. എനിക്ക് ആദ്യം മേടിച്ചു തന്ന ഫോണ്. ഞാൻ പറയട്ടെ. അത് സാംസങ്. അതേ പറയല്ല, അച്ഛൻ പറയണ്ടത്. സാംസങ് അല്ല അല്ല, ഞാൻ പറയട്ടെ. പോക്കോ. അല്ല, തെറ്റ്. MI. തെറ്റ്. അല്ല, എനിക്കറിയത്തില്ല. എനിക്ക് അച്ഛൻ ആദ്യം മേടിച്ചു തന്ന ഫോൺ 10ാം ക്ലാസ് വെച്ച്. നോക്കിയ. നോക്കിയോടെ നോക്കിയുടെ മേടിച്ചിട്ടില്ല മാർക്ക്. ഇല്ല ഇനി പുതിയ ലെനോവോ. ലെനോവോ ആദ്യം എന്താണ് നിനക്കും ഉണ്ടായിരുന്നു ആ ഫോണ്? എന്റെ ആദ്യത്തെ ഫോൺ ലെനോവോയാ. A6000. എന്റെ ഫേവറേറ്റ് ഫ്രൂട്ട്. ആപ്പിൾ. അല്ല, ഞാൻ എന്തിട്ടിലും കഴിക്കും, അത് വേറെ കാര്യം. എന്നാലും കൂടുതൽ ഇഷ്ടം തണ്ണിമത്തൈ. ഞാൻ പറയട്ടെ. കിവി. തൊലി. അത് തിന്നാറുണ്ടോ? പഴം. മാംഗോ. മാങ്കോ. അതൊക്കെ അതൊന്നും പറയാനില്ല. എന്തൊരു കിട്ടിയാലും തിന്നുന്ന മാങ്കോയെ കേറ്റു. ഇനി ചോയ്. ഇനി ഉണ്ടാക്കി എടുക്കണം ചോദ്യം നോക്കട്ടെ. എന്റെ ഹിഡൻ ടാലന്റ്. സ്ഥിരം question. എനിക്ക് തോന്നിയത് പാട്ട് പാടും. ഹിഡൻ അല്ല, ഡാൻസ്. ഹിഡൻ ഒളിച്ചിരിക്കുന്ന ടാലന്റ്. ഒളിച്ച് കളി അല്ല, അതല്ല. ഇവന് വെറൈറ്റി ആണോ? ഒരു കഴിവുമില്ല. അല്ല ഓടാ, ഉണ്ട്, കഴിവുണ്ട്. ഇതിൽ ഒളിച്ചിരിക്കുന്ന കഴിവ്. കോഴിത്തരം. ഒളിച്ചിരിക്കുക, ആവശ്യമുള്ളപ്പോ മാത്രം എടുത്ത് ഉപയോഗിക്കും. വിനിത നാട്ടിലെത്തിയോ? അവളുടെ കല്യാണം ഉറപ്പിച്ചു. ഓക്കെ ബൈ. JCB ഓട്ടിക്കും. അതൊന്നും അല്ല. മീൻ പിടിക്കാൻ പോയി. കോപ്പ് കിട്ടും. ഇന്നലെ പോയി കിട്ടിയിട്ടില്ല. എന്റെ ഒരു ബോഡി പാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാ. നിങ്ങൾ അങ്ങനെ ചിന്തിക്കാതെ അറിഞ്ഞൂടാ. ചെവി എനക്കും. റൈറ്റ് ആൻസർ. അച്ഛൻ്റെ അടുത്തൊരു ചോദിച്ചു, ചുമ്മാ ചോദിക്കണേ. ഞാൻ പറയുന്നെങ്കിൽ അച്ഛന് പോയിന്റ്. ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്ന ഫോൺ ഏതാ? ആപ്പിൾ. കറക്റ്റ് പറ, ഏത് മോഡൽ, അങ്ങനെ പറ. ആപ്പിൾ എന്നറിയാം. എനിക്ക് അതിന്റെ നമ്പർ 2 കിലോ ആപ്പിൾ. ആപ്പിൾ ആപ്പിൾ ജ്യൂസ്. ആപ്പിളിന്റെ ഫോണാണല്ലോ. 15 Pro Max. അത് പോയിട്ടില്ല. പോയിന്റില്ല. അത് ഞാൻ ഇവർക്ക് വേണ്ടിട്ട് ചോദിച്ചതാ. പാവങ്ങൾക്ക് പോയിന്റില്ല, കിട്ടുന്നില്ല പോയിന്റ്. കുഞ്ഞിലെ എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. പള്ളി വാക്ക് വിളിക്കുന്നുണ്ട്. അവർക്ക് 2 പേർക്കും പോയിട്ടോ. 2 പേർക്കും പോയിന്റ് കേട്ടാ. എനിക്ക് ബാങ്ക് വിളിക്കുന്ന ഭയങ്കര പേടിയായിരുന്നു. അതുപോലെ ബാത്റൂമിൽ പോകാൻ പേടിയായിരുന്നു. നമ്മ ഒന്ന് കാവലിരിക്കണം. ഓ, അങ്ങനെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, എനിക്ക് ടീഷർട്ട് ഊരുന്നത് പേടിയായിരുന്നു. തലയിൽ കൂടെ ടീഷർട്ട് ഊരുന്നത് ഭയങ്കര പേടിയായിരുന്നു. ഒന്നും പറഞ്ഞില്ല. ഇത് വല്ലതും പറ.
ഞാനും ഒന്നും പറഞ്ഞില്ല. ആദ്യമായിട്ട് ജെട്ടിയതൊന്നും ചോദിക്കില്ലേ. അതിനെ വിടാറില്ലായിരുന്നല്ലോ. അതിട്ട് കൊടുത്ത സ്ഥിരം കുരുങ്ങുമായിരുന്നു കുഞ്ഞിനെ. ഇത് നാളെ കെടുത്തി. പണ്ട് കുരുങ്ങിയിട്ട് അയലൊക്കുന്നത് ചേച്ചിമാരൊക്കെ വന്ന് എടുക്കുന്നത്. ഇവന്റെ നീ ചിരിക്കണ്ട, നീ എന്തിനാ ചിരിക്കുന്നത്? പ്രവീണ ജെട്ടിയിടാന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ ചെന്ന് നോക്കുമ്പോ കട്ടില് കിടക്കില്ല. പോയി കഴിയുമ്പോ രണ്ടുപേരും എടുത്തില്ലായിരുന്നു ജെട്ടി. അമ്മ ഇവനല്ലേ അമ്മ സ്കൂളിൽ പോവാൻ മടിയായിട്ടൊക്കെ ഒരു ദിവസം കട്ടിലടി കയറി കിടന്നുറങ്ങിയത്. ഒളിച്ചിരുന്ന് എത്ര നേരം ഇരുന്നു? കുറെ നേരം കട്ടിലടി കിടന്ന്. ഞാൻ പോയിട്ട് ഇവിടെ അമ്മ സ്കൂളിലൊക്കെ പോയി തിരക്കി. അപ്പൊ ഞാനെ കട്ടിലടി ഇവ കട്ടിലടി വിളിച്ചിടക്കുക. അമ്മ വിളിച്ചപ്പോഴൊക്കെ കേട്ടിട്ട് കുത്തിയിരുന്നു. കള്ളത്തരം. കള്ള ഉടായിപ്പനായിരുന്നു. എന്തൊക്കെ വേല കാണിക്കുമോ എന്തോ. ഇതൊക്കെ പാരമ്പര്യമായിട്ടുള്ളതാണ്. കോഴിത്തരം. എന്റെ ഫേവറേറ്റ് ഫുഡ് അച്ഛൻ. എന്തൊരു മീനാണ് ഈ അച്ഛൻ? ഒന്നും അറിയത്തില്ലേ? ഒരു തന്തയാന്ന് പറഞ്ഞ നടക്കോ? എന്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. എന്തൊരു ചോദിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഞാൻ അവനെല്ലാം ഇഷ്ടമല്ലേ ഫേവറേറ്റ് ഫുഡ് എന്തിനാണ്? രാവിലെ കഴിക്കാനാണ് നിന്റെ ഫേവറേറ്റ് ഫേവറേറ്റ് ഫുഡ് മന്തി. ആ കറക്റ്റ്. മന്തിയാ? മന്തി പിന്നെ ചന്തിയാ? ഇഷ്ടമില്ലടാ. ഇനിയിപ്പോ പഴകി പഴകഞ്ഞി അല്ല, പഴകഞ്ഞി ഫേവറേറ്റ് അല്ലല്ലോ. ഇവിടെ എപ്പോഴും മിക്കപ്പോഴും കാണുമല്ലോ. ആ ഫേവറേറ്റ് ജങ്ക് ഫുഡ് വേണോ? അതിപ്പം ബർഗർ അല്ല, മറ്റേ ഇല്ല സാധനം ഇല്ല. നമ്മളില്ല സിനിമയ്ക്ക് പോകുമ്പോ രേവതി അവിടുന്ന് തെറ്റ്. ഞാൻ നേരത്തെ കൂടെ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ട്രിവാൻഡ്രം പോവാം. പിസ്സ. അച്ഛൻ പറഞ്ഞു. അച്ഛന്റെ അവസരം, ഇയാളെ അവസരം കഴിഞ്ഞായിരുന്നല്ലേ? അവസരം കഴിഞ്ഞായിരുന്നു, അതുകൊണ്ട് അച്ഛനെ പോയിട്ട് അച്ഛനവളെ പറഞ്ഞു. നേരത്തെ ഞാൻ പറഞ്ഞേ ഉള്ളായിരുന്നു. ലുല്ലു മോളിൽ പോകുന്ന ഞാൻ കേട്ടത്. ഫേവറേറ്റ് ടീച്ചർ. അയ്യോ, ഒരു ടീച്ചർ ഇഷ്ടമല്ല അവൻ. അങ്ങനെ എനിക്ക് ഒരു ഫേവറേറ്റ് ടീച്ചറും ഇല്ല. ഇല്ല ഇല്ല. അത് എനിക്കാ മാർക്ക്. എടാ ഞാനാടാ പറഞ്ഞത്. ഞാൻ ആദ്യം പറഞ്ഞ ഈ ഉണ്ടാകും. സ്കൂളില് ടീച്ചർമാർക്ക് ഒന്നും എന്നെ കണ്ടുകൂടായിരുന്നു. അങ്ങനെ എന്താന്നറിയില്ല. അപ്പൊ ക്വസ്റ്റ്യൻ ഒക്കെ കഴിഞ്ഞ് ഗൈസ് വൈൻഡ് അപ്പ് ചെയ്തിട്ടുണ്ട്. പ്രവീൺ ജയിച്ചു ഗൈസ്. 7 പോയിന്റുമായിട്ട് പ്രവീൺ ലീഡിൽ. കൈയടി. തൊട്ട് ബാക്കിൽ മുറു 6 പോയിന്റ്, അച്ഛന് 4 പോയിന്റ്, അമ്മയ്ക്ക് 2 പോയിന്റ്. അച്ഛന് 4 പോയിന്റ്. ആ കയ്യടിക്കാനാ? ഒന്നും മിണ്ടിയില്ല. അതെ, പടപട പറയണം. ഉനോമി നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. കൊച്ചുവിന്റെ ഉനോമിയും കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതിലേറ്റവും അടിപൊളി ആരായിരുന്നു താഴെ കമന്റ് ചെയ്യട്ടോ. അപ്പൊ ഗായ്സ് അത്രയുള്ള ഗായ്സ് നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പൊ ഹോപ്പ് ഗായ്സ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഇതിലുള്ള ബൈ.